മക്കളെ, അങ്ങനെ നമ്മുടെ +2 ബയോളജി എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ എക്സാമിനർ പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യൻസും, അത് 2-3 ക്വസ്റ്റ്യൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അതിൽ ചില ക്വസ്റ്റ്യൻസ് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലത് പ്രീവിയസ് ഇയറിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്, ചിലത് ആ കോൺസെപ്റ്റ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മിനി മാരത്തണിൽ, പക്ഷെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാത്ത അങ്ങനത്തെയാണ്. എന്തായാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞ പോർഷൻസ് ഏതൊക്കെ, നമ്മൾ മിനി മാരത്തണിൽ പഠിപ്പിച്ച കോൺസെപ്റ്റ് മനസ്സിലായാൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്താണ് പ്രൂഫ് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾ ചെക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടാവും. ചില ലൈക്കിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് അത് ഇതിലൊന്നും കണ്ടില്ലല്ലോ, പക്ഷേ +1-ലുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അതേപോലെ തന്നെ ഇതിലുള്ള ചില ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് കോൺസെപ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എഴുതണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെറുതെ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലപോലെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. എന്തായാലും ഓവറോൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ മിസ് നമ്മുടെ എക്സാമിനർ പഠിപ്പിച്ച ഓരോ ക്വസ്റ്റ്യനും ഡയറക്റ്റ് ആയിട്ട് വന്നതൊക്കെ മിസ് ഇവിടെ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവസാനം ഏകദേശം നമ്മുടെ എക്സാമിനറിൻ്റെ മിനി മാരത്തണും ക്വസ്റ്റ്യൻസും ലൈവും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്സ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നല്ലപോലെ ഫുൾ മാർക്ക് വരെ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഡിസംബർ 26 മുതൽ കറക്റ്റായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് നമ്മൾ ഫെബ്രുവരി 10th ആകുമ്പോഴേക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് +2 സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. സോ ഇനി ലേറ്റ് ആക്കുന്നില്ല. അതെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ എൻസൈം വിച്ച് ക്യാൻ കട്ട് ദ ഡബിൾ സ്ട്രാൻഡഡ് DNA at certain specific site. അപ്പോൾ സ്പെസിഫിക് സൈറ്റിൽ കട്ട് ചെയ്ത് നമ്മുടെ എൻസൈമുകളാണ് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസ്. അതിൽ തന്നെ എൻഡോന്യൂക്ലിയസും ഉണ്ട്, എക്സോന്യൂക്ലിയസും ഉണ്ട്. അപ്പോൾ അതിൽ എൻഡോന്യൂക്ലിയസ് മിസ് ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു ആ സ്ക്രീൻഷോട്ടിൽ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് സൈറ്റിൽ കട്ട് ചെയ്യുന്ന എൻസൈംസ് ആണ്. ഓക്കെ, പിന്നെ നമ്മളത് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ എക്സാമിനർ പഠിപ്പിച്ചിട്ടില്ല, അതായത് നമ്മുടെ ലൈവിൽ നമ്മൾ ചെയ്തിട്ടില്ല, അതല്ലാതെ നമ്മുടെ 1 ഷോട്ട് ലൈവുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എഴുതി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് നമ്മുടെ ഇൻറ്റഗ്യുമെന്റ്സ് ഓഫ് ഒവ്യൂൾ എന്തായിട്ടാണ് മാറുക, എന്തായിട്ടാണ് നമ്മുടെ സീഡ് കോട്ട് ആയിട്ടാണ് മാറുക. പക്ഷെ നമ്മൾ നമ്മുടെ ലൈവിലോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിൽ കൂട്ടുന്നില്ല. അടുത്തതായിട്ട് നോക്കിക്കേ, ഇത് നമ്മുടെ ഫുൾ ചാപ്റ്റർ മാരത്തൺ ലൈവിൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Golden rice is an example for genetically modified crop. Nutritional value of this rice has been increased by genetic manipulation. ഏത് ന്യൂട്രിയൻ്റ് ആണ് ഇങ്ങനെ ന്യൂട്രീഷണൽ ക്വാളിറ്റി കൂട്ടുമ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി കൂട്ടുന്ന സമയത്ത് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഇവിടെ ഇരിക്കുന്നു നമ്മുടെ വൈറ്റമിൻ എ. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂറിങ് DNA പ്യൂരിഫിക്കേഷൻ ഒരു കെമിക്കൽ ആഡ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, നമ്മൾ DNA നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏത് കെമിക്കൽ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്, നമ്മുടെ ചിൽഡ് എത്തനോൾ ആണ്. ചിൽഡ് എത്തനോൾ ആഡ് ചെയ്യുന്ന സമയത്താണ് DNA മാത്രം നമുക്ക് പ്യൂരിഫൈ ചെയ്തിട്ട് കിട്ടുക. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് സയന്റിഫിക് ടേം ഫോർ ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ 2 ക്വസ്റ്റ്യൻസ്, അതായത് ഇത് രണ്ടും തന്നെ നമ്മൾ ഇന്നലത്തെ നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവിൽ ചെയ്തിട്ടുള്ളതാണ്. ഒന്ന്, മെത്തേഡ് ഓഫ് സൈലൻസിങ് ദ സ്പെസിഫിക് mRNA സീക്വൻസ് ഡ്യൂ ടു കോംപ്ലിമെന്ററി ഡബിൾ സ്ട്രാൻഡഡ് RNA മോളിക്യൂൾ ദാറ്റ് ബൈൻഡ്സ് ടു ആൻഡ് പ്രിവെന്റ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ദി RNA. അപ്പോൾ RNAയുടെ ട്രാൻസ്ലേഷൻ പ്രിവെന്റ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ RNAi ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ കളക്ഷൻ ഓഫ് മെത്തേഡ് അല്ലേ, നമ്മുടെ ജീൻ ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മിസ് ഇന്നലെ ഡെഫിനിഷൻ അടക്കം എഴുതിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതാണ് നമ്മുടെ ജീൻ തെറാപ്പി. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ what is genetic engineering, how does it overcome the limitation of traditional hybridization? അതിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെയല്ല, നമ്മുടെ മിനി മാരത്തണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറ്റിക് എഞ്ചിനീയറിംഗും ബയോ പ്രോസസ് എഞ്ചിനീയറിംഗും. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവിയുടെ ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ ഓൾട്രേഷൻ വരുത്തുന്നതാണ്, ആഡ് ചെയ്തിട്ടോ ഡിലീറ്റ് ചെയ്തിട്ടോ. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് നമ്മൾ കൂട്ടുന്നില്ല. അപ്പോൾ ഒരു മാർക്ക് മാത്രമേ നമ്മൾ ഇവിടെ കൂട്ടുന്നുള്ളൂ കേട്ടോ. സോ ഹൗ ഡസ് ഇറ്റ് ഓവർകം ലിമിറ്റേഷൻസ് ഓഫ് ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ക്വാളിറ്റിയും കൂടെ ചിലപ്പോൾ മിക്സ് ആവും അല്ലേ. അതേപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ക്വാളിറ്റീസ് ഒഴിവാക്കി നമുക്ക് വേണ്ടത് വളരെ പ്രിസൈസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ളത് മാത്രം പ്രിസൈസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, ഇഷ്ടമില്ലാത്ത ഒഴിവാക്കാം. അപ്പം allowing the transfer of specific desired gene, enabling the gene transfer between unrelated ആയിട്ടുള്ള, അപ്പം നമ്മൾ നാച്ചുറൽ ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ റിലേറ്റഡ് സ്പീഷീസുകൾ തമ്മിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് അൺറിലേറ്റഡ് സ്പീഷീസിനെ നടത്താം. പിന്നെ എന്താണ്, ഇൻട്രൊഡക്ഷൻ ഓഫ് അൺഡിസൈറബിൾ ട്രേറ്റ്സ് നമുക്ക് ഒഴിവാക്കാം. പ്രൊഡ്യൂസിങ് ഓർഗാനിസം വിത്ത് പ്രിസൈസ് ആൻഡ് പ്രഡിക്റ്റബിൾ ക്വാളിറ്റീസ് ഉണ്ടാക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും.
ഇതാണ് നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അത് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, പക്ഷെ ഇത് ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് അത് നമ്മൾ മാർക്ക് കൂട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 1 മാർക്ക്. പിന്നെ അടുത്തത് നോക്കിക്കേ, പ്രിഡേഷൻ ഈസ് യൂഷ്വലി റെഫർ ടു ആസ് ഡെട്രിമെന്റൽ അസോസിയേഷൻ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ പഠിപ്പിച്ചതാണ്. നമുക്ക് ഇവിടെ 2 മാർക്ക് ഉറപ്പിക്കാം കേട്ടോ. 2 മാർക്സ് ATRMSന്റെ സെഷനിൽ വന്നിട്ടുള്ളതാണ്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ അടുത്തത് ഇത് നമ്മൾ മിസ് കൂട്ടുന്നില്ല, കാരണം ഇത് നമ്മൾ ലൈവിൽ ചെയ്തിട്ടില്ല. ലൈവിൽ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഇതുവരെ ഈ ഒരു ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനോ ഇല്ല. പക്ഷേ ഇത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രംസ് എന്ന് പറഞ്ഞൊരു വീഡിയോ മിസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്നലെ തന്നെ ഇട്ടിട്ടുള്ളതാണ്. നമ്മളുടെ ഇന്നലെ എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടൊക്കെ ആയിട്ട് ഈ ഒരു ഡയഗ്രാം, ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് മിസ് പറയുന്നുണ്ട് ഈ സസ്പെൻസർ ഈ ഭാഗമൊക്കെ ചിലപ്പോൾ ലേബിൾ ചെയ്യാൻ ചോദിക്കുന്നു പറഞ്ഞിട്ട് ഡയഗ്രാംസ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് കണ്ട മക്കൾ ഇത് ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പക്ഷെ നമ്മൾ ലൈവിലോ മിനി മാരത്തോണിലോ ഡിസ്കസ് ചെയ്യാത്തതായതുകൊണ്ട് മാർക്ക് കൂട്ടുന്നില്ല. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓർക്കിഡ്സ്. ഇവിടെ നമ്മൾ ഓർക്കിഡ്സ് ആർ ബെവിൽഡറിംഗ് ഡൈവേഴ്സിറ്റി ഓഫ് ഫ്ലോറൽ പാരഡോറ. ഇത് ATRMS ഡയറക്റ്റ് ആയിട്ട് NCERT പഠിപ്പിച്ചിട്ടുള്ളതാണ്. 2 മാർക്സ് ലൈവ്, ഇന്നലത്തെ ലൈവ് കണ്ട മക്കൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് വാട്ട് ആർ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു ഫെസിലിറ്റേറ്റ് ക്ലോണിംഗ് വെക്ടർ. ക്ലോണിംഗ് വെക്ടറിന് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ് നമ്മൾ ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ ചെയ്തതാണ്. പിന്നെ ഡിഫൈൻ ദ ടേം ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ആ ടേം ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് മിസ് ഇവിടെ മാർക്ക് ഇടുന്നില്ല. പക്ഷെ അത് എന്താണെന്നുള്ളത് നമ്മൾ നമ്മുടെ മിനി മാരത്തണിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ഓഫ് എ ഫോറിൻ DNA ഇൻ ടു എ ഹോസ്റ്റ് ഓർഗാനിസം ആണ്. നമ്മൾ ബാക്ടീരിയയുടെ മീഡിയത്തിൽ നമ്മൾ ആ ഒരു റീകോമിനന്റ് DNA ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയ അത് എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് എടുക്കുന്നു. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. അപ്പോൾ അത് കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ മിനി മാരത്തണിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഡിഫൈൻ ആയിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാനത് മാർക്ക് കൂട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് 1 മാർക്ക് കൂട്ടാം. പിന്നെ ഈ ഡയഗ്രാം ഇതേപോലെ തന്നെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. 2 മാർക്സ് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ATRMSന്റെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പിന്നെ നമ്മളുടെ ജനറ്റിക്കലി മോഡിഫൈഡ് കോട്ടൺ പ്ലാന്റ്സിന്റെ നമ്മുടെ BTയുടെ മീൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസും ഇവിടുന്ന് ഇന്നലത്തെ ലൈവിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ ലൈവിൽ തന്നെ 2 ടൈപ്പ് 2 or 3 ടൈപ്പ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഉണ്ട്, നമ്മുടെ ബാക്ടീരിയയുടെ പേരുണ്ട്, ഇത് എങ്ങനെയാണ് റെസിസ്റ്റൻസ് കൊടുക്കുന്നതെന്നുണ്ട്. കംപ്ലീറ്റ് നമുക്ക് 2 മാർക്സ് ഉറപ്പിക്കാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ദ മാനിപ്പുലേഷൻ ഓഫ് ലിവിംഗ് ഓർഗാനിസം ബൈ ഹ്യൂമൻ റേസസ് ഇൻ എമർജിംഗ് റിസർച്ച് ഏരിയ. ട്രാൻസ്ജനിക് ആനിമൽസിന്റെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്ജനിക് ആനിമൽ ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. 2 എക്സാമ്പിൾസ് സൈറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ട്രാൻസ്ജനിക് ആനിമൽസിന്റെ കാര്യം പറയുമ്പോൾ ഒന്നുകിൽ ബയോളജിക്കൽ പ്രൊഡക്ട്സ് പറയാം, അത് നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്, നമുക്ക് അസുഖങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് നമ്മളുടെ എന്താ പറയുക വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഡിസീസസിൻ്റെ സ്റ്റഡിക്കൊക്കെ നമുക്ക് എന്താണ് ഹെൽത്ത് സെക്ടറിലാണ്. അപ്പോൾ ഏതെങ്കിലും 2 ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്ജനിക് ആനിമൽസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 2 മാർക്ക് കിട്ടും. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ ഇതാണ് കോമ്പറ്റീഷൻ ഇസ് ആൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 2 or more than 2 സ്പീഷീസ് വെൻ ദേ കോമ്പീറ്റ് ഫോർ ലിമിറ്റഡ് റിസോഴ്സസ്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, അതായത് സബ് ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ ഇത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ ഇതിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് എന്താണ് ഇൻഡഫറൻസ് കോമ്പറ്റീഷൻ എന്നുള്ളതിൻ്റെ ആൻസർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ലൈവിൽ പഠിച്ചിട്ടില്ല, അപ്പം അതുകൊണ്ടാണ് ഇതിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഇവിടുന്ന് നമുക്ക് 1 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ജിയാക്കും GMOയും ഇത് 2ഉം എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2ഉം നമ്മൾ ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് കണ്ട മക്കൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇത് 2ഉം എക്സ്പാൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ. ദെൻ നമ്മളുടെ അടുത്തത് given diagram shows a technique used in biotechnology for the separation of DNA fragments. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DNA ബീങ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് നമ്മുടെ പ്രിൻസിപ്പിളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്ത്, എന്നാൽ ആരോ ഒരാൾ ലാസ്റ്റ് മിസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ് വരച്ചിട്ടൊക്കെ. ഓർമ്മയുള്ളവരാണെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അതായത് DNA നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ചാർജിലേക്ക് മൂവ് ചെയ്യും. അത് തന്നെ എന്താണ് തിൻ ഫ്രാഗ്മെന്റ്സ് ഈസി ആയിട്ട് അത് കുറേ ദൂരം മൂവ് ചെയ്യും, കാരണം ആ ഒരു ജെല്ലിന്റെ സീവിങ് എഫക്റ്റ് കാരണം. അതാണ് ഈ ഒരു ജെൽ ഇലക്ട്രോഫോറസിന്റെ പ്രിൻസിപ്പിൾ വരുന്നത്. സോ ഇന്നലത്തെ ലൈവ് കണ്ട ആൾക്കാർക്ക് 2 മാർക്സിൽ ഉറപ്പിച്ച് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇനി അടുത്തത്
ഇത് നമ്മൾ 2 ലൈവിലും നമ്മുടെ മിനി മാരത്തണിലും ഷുവർ ക്വസ്റ്റ്യൻ ലൈവിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിനി മാരത്തണിൽ ഡയറക്റ്റ് നമ്മൾ ആ ഡയഗ്രാം വെച്ച് തന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്റ്റെപ്സ്? നെയിം ദ DNA പോളിമറൈസ് എൻസൈം, ടാക് പോളിമറൈസ് ആണ്. പിന്നെ സ്റ്റേറ്റ് ദ റീസൺ ഫോർ യൂസിങ് ദിസ് തെർമോസ്റ്റേബിൾ എൻസൈം. കാരണം എന്താണ്, ടെമ്പറേച്ചർ കൂടിയാലും ഡീനാച്ചുറേഷൻ സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ആർക്കി ബാക്ടീരിയയിൽ നിന്നാണ് ഇത് ഐസൊലേറ്റ് ചെയ്തെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ലൈവ് കണ്ട ആൾക്കാർക്ക് 3 മാർക്ക് ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ ATRMSന്റെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മെൻഷൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് R ഇൻ ദ സ്റ്റഡിയിങ് പോപ്പുലേഷൻ ഗ്രോത്ത്. അത് നമ്മൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു ക്ലാസ് മനസ്സിലായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ ആറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എഴുതാൻ പറ്റുമെന്നുള്ള രീതിയിലാണ്. പക്ഷേ അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ മാർക്ക് നിങ്ങൾ കൂട്ടേണ്ട. അപ്പോൾ ഈ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും വാട്ട് ഡസ് R and K സ്റ്റാൻഡ്സ് ഫോർ, അതേപോലെ തന്നെ നെയിം ദ ഗ്രോത്ത് കർവ്. ഓക്കെ, അത് രണ്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 2 മാർക്സ് നമുക്ക് എടുക്കാം. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സം ഓഫ് ദ ടേംസ് റിലേറ്റഡ് ടു ടിഷ്യൂ കൾച്ചർ ഇസ് ഗിവൻ, ഡിഫൈൻ ഈച്ച് ടേം. അതിൽ എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ദ ജനറൽ ടേം ഫോർ ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ടേക്കൺ ഔട്ട് ഫോർ ടിഷ്യൂ കൾച്ചർ അല്ലേ. ടിഷ്യൂ കൾച്ചർ നമ്മളെ തിരിച്ചു ചോദിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ഈ ഡെഫിനിഷൻ തന്നിട്ട് ഇത് എന്താണെന്ന് എഴുതി, അവർ എക്സ്പ്ലാന്റ് തന്നിട്ട് അതിൻ്റെ ഡെഫിനിഷൻ എഴുതി. സെല്ലാവാം, ടിഷ്യൂ ആകാം, എന്തോ ആയിക്കോട്ടെ, അതിനെ നമുക്ക് എക്സ്പ്ലാന്റ് എന്ന് പറയാം. അടുത്ത് നോക്കിക്കേ മക്കളെ, ടോട്ടി പൊട്ടൻസി. ടോട്ടി പൊട്ടൻസിയും ഇതേപോലെ തിരിച്ചാണ്. ദ കപ്പാസിറ്റി ടു ജനറേറ്റ് എ ഹോൾ പ്ലാന്റ് ഫ്രം എ പ്ലാന്റ് സെൽ ഇസ് കോൾഡ് ടോട്ടി പൊട്ടൻസി. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? സോമാക്ലോൺസ്. സോമാക്ലോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതാ ടിഷ്യൂ കൾച്ചർ ടെക്നിക്ക് വഴിയായിട്ട് നമ്മൾ ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള ഡോട്ടർ സെൽസിന് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ സോമാക്ലോണൽ പ്രൊപ്പഗേഷൻ എന്ന് പറയുക. അതിൽ ഓരോ ഡോട്ടർ സെല്ലിനെ നമ്മൾ എന്ത് വിളിക്കും? സോമാക്ലോൺ എന്ന് വിളിക്കും. ഓക്കെ, ഇതാ ജനറ്റിക്കലി ഐഡന്റിക്കൽ പ്ലാന്റ് ഒബ്റ്റെയിൻഡ് ബൈ മൈക്രോ പ്രൊപ്പഗേഷൻ. ഇത് നേരെ തിരിച്ചാണ് നമ്മൾ ചെയ്തതേ ഉള്ളൂ. നമ്മൾ ഡെഫിനേഷൻ തന്നിട്ട് അതിലെ 1 വേർഡ് എഴുതി ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 വേർഡ് തന്നിട്ട് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 3 മാർക്സ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് വാട്ട് ഈസ് മോണോസ്പോറിക് എംബ്രിയോസാക് ഡെവലപ്മെന്റ്. ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ ഇതാ മോണോസ്പോറിക് ടൈപ്പ് ഓഫ് എംബ്രിയോസാക് ഡെവലപ്മെന്റ് ഇങ്ങനെ വരച്ചിട്ടും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എഴുതിയ നോട്ടും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ദെൻ നെയിം ദ സെൽസ് ഇൻ മെച്യൂർ എംബ്രിയോസാക്. മെച്യൂർ എംബ്രിയോസാക്കിലുള്ള സെൽസ്, അതും ചലാസൽ റീജിയനിലുള്ള സെൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആന്റിപോഡൽസ് ആണ്. ദെൻ നെയിം ദ സെൽ ഇൻ ടു വിച്ച് പോളൻ ട്യൂബ് എൻ്റർ. പോളൻ ട്യൂബ് എൻ്റർ ചെയ്യുന്നത് നമ്മുടെ സൈനർജിറ്റ്സിലേക്കാണ്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ദ ലൂട്ടിയൽ ഫേസ്. ഇനി നമ്മൾ സുവോളജിയിലേക്ക് വരികയാണ് കേട്ടോ. During the luteal phase of menstrual cycle, graphene follicle gets transformed into. Graphene follicle എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. ദെൻ അത് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിരുന്നില്ല, പക്ഷേ മിനി മാരത്തണിൽ നമ്മൾ പറയുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആ ഒരു ഗ്രാഫ് ഒക്കെ പറയുന്ന സമയത്ത്. ദെൻ എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയസ്. ഇന്നലത്തെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. 8 to 16 ബ്ലാസ്റ്റോമിയസിനെ നമ്മൾ പറയുന്നതാണ് മോറുല. ഓക്കെ, ദെൻ അടുത്തത് സെലക്ട് ദ ഹെറ്ററോഗാമറ്റിക് ഫീമെയിൽ ഫ്രം ദ ഫോളോയിങ്. ഹെന്നാണ്, നമുക്ക് ഡയറക്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇന്നലത്തെ ലൈവിൽ നിന്ന് വന്നതാണ് കേട്ടോ. ദെൻ അടുത്തത് കോഡിംഗ് സീക്വൻസ് ഇൻ മോണോസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻ ഓഫ് യൂക്യാരിയോട്ട്. അതും ഇവിടെ നമ്മൾ ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇനി അടുത്തത് ഡൗൺ സിൻഡ്രോം. ഇതാണെങ്കിൽ ടേണർ സിൻഡ്രോം. ഇത് ഏതാണ്? അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇന്നലത്തെ ലൈവിൽ തന്നെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ഡയറക്റ്റ് അങ്ങനെ തന്നെ വന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ലൈക്കൻസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ഇസ് ദ സ്റ്റേറ്റ്മെന്റ് ട്രൂ? ഗിവ് റീസൺ. ഇത് നിങ്ങൾ ആക്ച്വലി +1 പഠിക്കുന്നതാണ്. +1 നിങ്ങൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പ്ലാന്റ് കിങ്ഡത്തിലൊക്കെ പഠിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ലൈക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർ എയർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. കാരണം എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ലൈക്കൻസ് വളരൂല. അപ്പോൾ അവരുടെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ എയർ പൊല്യൂട്ടഡ് ആണോ അല്ലയോ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഇത് ഈ ഒരു ക്രിസ്മസ് എക്സാമിന്റെ ചാപ്റ്റേഴ്സിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻഷോട്ട്സ് ഒന്നും വെക്കാതിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന +1 പഠിച്ച മക്കൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഇവിടെ നിങ്ങൾക്ക് എവല്യൂഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഇത് അതേപോലത്തെ ആ ടേബിൾ ഇതാ നമ്മൾക്ക് ഇവിടെ എഴുതിയതായിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ ഇത് അതിന്റെ ബാക്കി നമ്മൾ വേറെ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. സോ മിനി മാരത്തണിലും ഷുവർ ക്വസ്റ്റ്യൻ ലൈവിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 2 ലൈവുകളും കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാനുള്ള, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കോൺസെപ്റ്റ് അറിയുന്ന ആൾക്കാർക്ക് കിട്ടാനുള്ള എല്ലാം തന്നെ ഉണ്ടായിരുന്നു അല്ലേ? യെസ്. ഇനി അടുത്തത് നോക്കിക്കേ, നമ്മുടെ റിവിഷൻ മിനി മാരത്തണിൽ നിന്ന് വന്നിട്ടുള്ളത് തന്നെയാണിത്.
ഐഡന്റിഫൈ ദ ഡിസീസ് എന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. ഡ്രൈ സ്കെയിലി ലെഷൻസ് ഓൺ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി, നമ്മുടെ റിംഗ് വോം, ഇത് എനിക്ക് തോന്നുന്നു SSLC-യിലുള്ള കുട്ടികൾക്ക് ഇത് പഠിക്കാനുണ്ട്, ഈ വർഷമുണ്ട്. പിന്നെ ഫീവർ, ചിൽസ്, കഫ്, ഹെഡ് ഏക്ക്, സിവിയർ കേസസ്, ലിപ്സും ഫിംഗർ നെയിൽസ് എല്ലാം ഗ്രേ ടു യെല്ലോ കളർ ആവുന്നതും ദാ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്നേഹാമിസ് ഇന്നലെ തന്നെ നമ്മുടെ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫുൾ ചാപ്റ്റർ മിനി മാരത്തണിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 2 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ്. പിന്നെ സെർട്ടോളി സെൽസും ട്രോഫോബ്ലാസ്റ്റും, സെർട്ടോളി സെൽസ്, ട്രോഫോബ്ലാസ്റ്റ്, നമ്മൾ ഇതിന്റെ ഫംഗ്ഷൻ ഇന്നലത്തെ മാരത്തൺ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഫാദർ ഹാസ് ബ്ലഡ്, സ്നേഹാമിസ് ഇന്നലത്തെ ലൈവിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 50 ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്നലത്തെ ലൈവിൽ ചെയ്തത് ഇന്നലത്തെ ലൈവിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. എത്ര മാർക്സ് എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. ആൻഡ് മിനി മാരത്തണിൽ ചെയ്താണെങ്കിൽ അതും കൊടുത്തിട്ടുണ്ട്. അല്ലാത്തതൊന്നും നമ്മൾ കൗണ്ട് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റും സിഫ്റ്റും, ഇന്നലത്തെ മാരത്തൺ ലൈവിൽ നമ്മൾ ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എക്സ്പാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനും അത് തന്നെയായിരുന്നു, എക്സ്പാൻഡ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതും നമ്മൾ ഇന്നലത്തെ ലൈവിൽ മിസ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ 5 എണ്ണവും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുള്ളവരാണെങ്കിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഗിഫ്റ്റും സിഫ്റ്റും, ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാമേറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഒരു ഫീമെയിലിന് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ. സിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ IVF നമ്മൾ എംബ്രിയോ സൈഗോട്ട് അല്ലെങ്കിൽ അപ് ടു 8 ബ്ലാസ്റ്റോമേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2 മാർക്സിൻ്റെത്. ഡയഗ്രാം വെച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ ആണ്. റൈറ്റ്, പ്രിൻസിപ്പിൾ ഓഫ് വാക്സിനേഷൻ അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് വാക്സിനേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻ മാരത്തണിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ സെയിം ഡയഗ്രാം, ഇതും ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻ മാരത്തണിൽ വന്നിട്ടുള്ളതാണ്. നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇന്നലെ ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ മിസ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് എന്തായാലും വരാൻ ചാൻസ് ഉണ്ടാവുന്ന, ശ്രദ്ധിച്ചവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ദെൻ അടുത്തത് വാട്ട് ഇസ് STI. ഇതൊന്നും ചോദിച്ച സമയത്ത് മിസ് പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണ STDക്ക് പകരം STI ആണ് ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ക്യാൻ യു പ്രിവെന്റ് ദ ട്രാൻസ്മിഷൻ യൂസിങ് കോൺട്രാസെപ്റ്റീവ് പിൽസ്? കോൺട്രാസെപ്റ്റീവ് പിൽസ് വെച്ചിട്ട് നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന 3 മെത്തേഡ് എഴുതിയപ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലി കോണ്ടംസ് അല്ലേ. നമ്മൾ കോണ്ടംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടംസ് ഉപയോഗിച്ചാൽ മാത്രമേ പറ്റുള്ളൂ, പിൽസ് പറ്റൂല. ഓക്കെ. Then T.H. Morgan carried out several dihybrid crosses in Drosophila. Mention any 2 reasons for selecting Drosophila as its experimental material. അപ്പോൾ Drosophila experimental material ആയിട്ട് ഉപയോഗിക്കാനുള്ള റീസൺസ് ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻസ് മാരത്തണിൽ പഠിപ്പിച്ചതാണ്. ഇനി അടുത്തത് ലിസ്റ്റ് ഡൗൺ എനി 2 മേജർ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ പ്രോസസിംഗ് സ്റ്റെപ്സ് അറ്റ് ദ ഇൻക്രീസ് കോംപ്ലക്സിറ്റി ഓഫ് ഫോർമേഷൻ ഓഫ് യൂക്കാരിയോട്ടിക് mRNA ആൻഡ് ഫ്രം HNRNA. ഹെട്രോജീനസ് RNAയിൽ നിന്ന് mRNA ഫോം ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ ക്യാപ്പിംഗ്, ടെയിലിംഗ്, അതേപോലെ തന്നെ സ്പ്ലൈസിങ്. ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. പിന്നെ 3 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതേ ഡയഗ്രാം വെച്ചിട്ട് നമ്മുടെ എവല്യൂഷനിൽ വന്നിട്ടുള്ളതാണ്. ഇതും ഇന്നലത്തെ നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ് കേട്ടോ. യെസ്, ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് തന്നെ വേറെയും സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന എല്ലാം തന്നെ ഇന്നലത്തെ ലൈവിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് സ്കിൻ, സെലൈവ ഇൻ മൗത്ത്, ല്യൂക്കോസൈറ്റ്, ഇൻഡർഫെറോൺസ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് വേരിയസ് ബാരിയേഴ്സ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ക്ലാസിഫൈ ദീസ് അണ്ടർ 2 സ്യൂട്ടബിൾ ഹെഡിങ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, ക്ലാസിഫൈ ദീസ് അണ്ടർ സ്യൂട്ടബിൾ ഹെഡിങ്സ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യെസ്, ദ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഫിസിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ എന്ന് പറഞ്ഞിട്ട് മിസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ ലൈവിൽ ചെയ്തതാണ്. പിന്നെ വാട്ട് ഇസ് അലർജി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് 3 മാർക്സ് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ അടുത്തത് ഇനി യൂക്കാരിയോട്സിലെ ജീൻ എക്സ്പ്രഷൻ. ഇത് ഞാൻ എൻ്റെ ലൈവ് സ്നേഹാമസിന് കൊടുത്ത സമയത്ത് ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് സ്നേഹാമസ് ഇത് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് മിസ്സിൻ്റെ ലൈവ് കഴിഞ്ഞപ്പോൾ തന്നെ സ്നേഹാമസ് കയറി മോളിക്കുലാർ ബേസിസ് ആണ് ആദ്യം എടുത്തത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ഏതൊക്കെ ലെവൽസിൽ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്റ് ചെയ്യാം, ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്സിൻ്റെത്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വിത്ത് ഡയഗ്രാം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ കാണിച്ചതിൽ നിന്ന് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അതായത് ഓരോ ക്വസ്റ്റ്യൻ്റെ ആയാലും നമ്മൾ സബ് ക്വസ്റ്റ്യൻ നമ്മൾ വരാത്തതൊന്നും നമ്മൾ കൗണ്ട് ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മിസ് കാണിച്ചു തരാം, ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അതിൽ നമ്മൾ 1 മാർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ ഈ വീഡിയോ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം എത്ര മാർക്സ് നമ്മുടെ മിനി മാരത്തണും ഷുവർ ക്വസ്റ്റ്യൻ ലൈവും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിനുള്ള കുട്ടികൾക്ക് കിട്ടും. ഇത് മാത്രം കണ്ടു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾ പറയാം. ഇനി അതല്ല നമ്മുടെ ബാച്ചിലൊക്കെ പഠിച്ച മക്കളാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക്
മാർക്ക് ഉറപ്പിക്കാം. കാരണം ജനറ്റിക് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, എന്തുകൊണ്ട് അത് നമ്മുടെ നാച്ചുറൽ ഹൈബ്രിഡൈസേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബാച്ചിലുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടെ പഠിച്ച മക്കൾക്കാണെങ്കിൽ ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നുള്ളതും ഏകദേശം നമ്മുടെ ഈ 2 ലൈവുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടി എന്നുള്ളതും കമൻറ്റ് ചെയ്യാം. അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കുട്ടികൾക്ക് പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത നിങ്ങളുടെ എക്സാം ഇതിലും അടിപൊളി ആവട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വൈകിട്ടുള്ള ലൈവ് മറക്കാതെ അറ്റൻഡ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. കാരണം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള എല്ലാം തന്നെ വന്നിട്ടുണ്ട് എക്സാമിന്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇതിൻ്റെ പ്രൂഫ് കാണാം. 1-2 ക്വസ്റ്റ്യൻസ് ഒഴികെ, സബ് ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കിയെല്ലാം അത് തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ഫോളോ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.